സ്വർണ്ണവില ഇപ്പോൾ നമ്മൾ കരുതുന്നത് പോലെയല്ല ഒറ്റയടിക്ക് കൂടുകയും താഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അതിനാൽ തന്നെ സ്വർണ്ണവില കുറയുമ്പോൾ കൂടുതൽ ആളുകളും പെട്ടെന്ന് ജ്വല്ലറിയിലേക്ക് ഓടിപ്പോകുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് തന്നെ പല ജ്വല്ലറികളും നമ്മളെ കൂടുതലും ആകർഷിക്കുന്നത് ഡിജിറ്റൽ ഗോൾഡ് എന്നൊരു പരസ്യത്തിലൂടെയാണ്. അപ്പോൾ കൂടുതൽ ആളുകളും ഇതുപോലെ ഇങ്ങനെ ഡിജിറ്റൽ ഗോൾഡ് വഴിയിലേക്ക് മാറുമ്പോൾ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഹിഡൻ ചാർജുകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു പരസ്യ ചതിയാണോ? എന്താണ് ശരിക്കും ഇത്? കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകൾക്കും ഇപ്പോഴും ജ്വല്ലറിയിൽ പോയി സ്വർണം വാങ്ങുന്നതിനോട് തന്നെയാണ് താല്പര്യം. അതായത് നമ്മുടെ ഒരു സങ്കല്പത്തിൽ തൊട്ടറിയാവുന്ന ഒരു സ്വർണം അത് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ആളുകൾ ഭൂരിഭാഗവും. കാരണം പല കാരണങ്ങളുണ്ട്. അത് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും, അത് ഇതുപോലെ തന്നെ നമുക്ക് ബാങ്കിൽ പണയം വെക്കാനും പെട്ടെന്ന് അതുവഴി ഫണ്ട് കണ്ടെത്താനൊക്കെ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ പലർക്കും ഈ ഡിജിറ്റൽ ഗോൾഡിനോട് എന്താണ് ഡിജിറ്റൽ ഗോൾഡ് എന്ന് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഇവിടെയുണ്ട്. പലർക്കും ഒരു സുപരിചിതമല്ലാത്തൊരു വാക്കുമാണ്, സുപരിചിതമല്ലാത്തൊരു ഇടപാട് രീതിയുമാണ് ഈ ഡിജിറ്റൽ ഇടപാട്. ഇപ്പോൾ നമ്മൾ ഈ പുതിയ തലമുറയിലാണ് കൂടുതലായിട്ടും ഈ ഡിജിറ്റൽ ഗോൾഡ് എന്നുള്ള ഒരു സാധ്യതകളെക്കുറിച്ച് കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കുകയും അല്ലെ അതിനനുസരിച്ച് അത് വാങ്ങാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മൊബൈൽ ആപ്പുകൾ വഴിയോ UPI പ്ലാറ്റ്ഫോമുകൾ വഴിയോ വെറും ₹1 പോലും ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ ഓൺലൈനായി വാങ്ങുന്ന സ്വർണം അത്രയും മൂല്യമുള്ള 24 കാരറ്റ് സ്വർണമായി ഇൻഷുർ ചെയ്യപ്പെട്ട സുരക്ഷിതമായ വോൾട്ടുകളിൽ കമ്പനികൾ സൂക്ഷിക്കും എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രത്യേകത. അതായത് നമ്മൾ ഡിജിറ്റലായിട്ടാണ് ആ സ്വർണം വാങ്ങുന്നത്. അതായത് നമുക്ക് തൊട്ടറിയാനോ കാണാനോ ഒന്നും പറ്റുന്നില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ ആ സ്വർണത്തിന് നിക്ഷേപം ഉണ്ട് എന്നുള്ളതാണ്. അത് സുരക്ഷിതമായ രീതിയിൽ നമുക്കത് സൂക്ഷിക്കാൻ പറ്റും. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു കൈമല്ല വിൽക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മളിപ്പം കുറച്ച് ആദ്യം നമ്മൾ പറഞ്ഞു, നമുക്ക് മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് എപ്പോഴും സ്വർണത്തിനോട് താല്പര്യം കൂടുതലുണ്ട്. അത് എപ്പോഴും വാങ്ങി സൂക്ഷിക്കുന്നവരാണ്, വീടുകളിലായിക്കോട്ടെ ലോക്കറുകളിലായി സൂക്ഷിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ ഡിജിറ്റൽ ഗോൾഡിലോട്ട് വരുമ്പോൾ അങ്ങനെ ഒരു ആവശ്യകത ഇല്ല. സ്വർണം നമ്മളത് ഓൺലൈനായിട്ട് വാങ്ങി വെറും ₹1 പോലും വാങ്ങാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അത്രയും തുകയ്ക്ക് നമുക്ക് സ്വർണം മേടിച്ച് സൂക്ഷിക്കാൻ പറ്റും. അതായത് പ്രത്യേക സംവിധാനത്തിലാണ് ആ സ്വർണം സൂക്ഷിക്കുന്നതാണ് ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത്. അതെ, പക്ഷെ ഇതിലൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് തട്ടിപ്പ് കേസുകളൊക്കെ വരുന്നുണ്ട്, അതായത് ഡിജിറ്റൽ തട്ടിപ്പുകൾ. അപ്പോൾ നമ്മളിങ്ങനെ ഡിജിറ്റലായിട്ട് സ്വർണം വാങ്ങിക്കുമ്പോൾ അത് എത്രത്തോളം സേഫാണ്, എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ട് എന്നതിനെ കുറിച്ച് സമൂഹത്തിൽ ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പോരാത്തതിന് കൂടുതൽ ആളുകൾക്കും എന്താണ് ഇത് എന്നതിനെ കുറിച്ച് അറിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതും. ഇപ്പോൾ ഒരു 30% ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇത്തരം തട്ടിപ്പുകളും വരുമ്പം നമുക്ക് പലതരത്തിലുള്ള ആശങ്കകളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് എന്താ പറയാൻ? അതായത് ഇക്കാര്യത്തിൽ നമുക്ക് തന്നെ അധികം ആശങ്ക വേണ്ട, പക്ഷെ ചില കാര്യങ്ങളിൽ ആശങ്ക വേണം തന്നെ. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളുടെ പണം നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വരൂപിക്കുന്ന പണം എങ്ങനെ ചെലവഴിക്കണം, അതെങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. അത് ഗോൾഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടുന്നതായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ. ഈ ഡിജിറ്റൽ ഗോൾഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് ഈ പണം, ഈ സ്വർണം അവർ നമ്മൾ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് പലർക്കും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ ഡിജിറ്റൽ ഗോൾഡ് നൽകുന്ന പ്രധാനപ്പെട്ട 3 കമ്പനികൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുമ്പോൾ MMTC, PAMB, ഓക്മോണ്ട്, സേഫ് ഗോൾഡ് എന്നിവരാണ്. നമ്മൾ ഈ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുമ്പോൾ ഇപ്പം ഹൃദയ ചോദിച്ച പോലെ ഇതിൻ്റെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം പറഞ്ഞു. അതിനും ഒരു മറുപടിയുണ്ട്. അതായത് നമ്മൾ വാങ്ങുന്ന ഓരോ ഗ്രാം സ്വർണത്തിനും തുല്യമായ ഫിസിക്കൽ ഗോൾഡ് അഥവാ സുരക്ഷിതമായ വോൾട്ടുകളിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഒരു സ്വതന്ത്ര ട്രസ്റ്റി അഥവാ സെക്യൂരിറ്റി ട്രസ്റ്റി ഇതിനായി നിയമിച്ചിട്ടുണ്ടാവും. IDBI ട്രസ്റ്റിഷിപ്പ് പോലുള്ള വൻകിട സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 30% ആളുകൾക്ക് മാത്രമേ എന്താണ് ഡിജിറ്റൽ ഗോൾഡ് എന്ന വ്യക്തമായ ഒരു ധാരണയുള്ളൂ. അതിൽ തന്നെ പലരും പണിക്കൂലി 6 മുതൽ ഒരു 10% വരെ കുറവ് എന്ന ഒറ്റൊരു ലാഭത്തിന്റെ പേരിൽ മാത്രമാണ് ഈ ഡിജിറ്റൽ ഗോൾഡിലേക്ക് മാറുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇനി ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും പൈസ പോയാലോ അല്ലെങ്കിൽ നമുക്ക് സ്വർണം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ പോയി പരാതിപ്പെടണം എന്നൊരു സംശയം കൂടെ ഇത്തരം ആളുകൾക്കുണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? അതായത് നമ്മൾ സാധാരണ ജ്വല്ലറികളിലൊക്കെ പോയി സ്വർണം വാങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാവുന്ന ഈ സ്വർണത്തിൻ്റെ പണിക്കൂലിയാണ്. ഈ പണിക്കൂലിക്കൊപ്പം നമ്മൾ GSTയും നൽകേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ സ്വർണം വിൽക്കാൻ ചെല്ലുമ്പോൾ ഇവ രണ്ടും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് ആ സമയത്തെ മാർക്കറ്റിലെ സ്വർണത്തിൻ്റെ വിലയായിരിക്കും അവിടെ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് 8% മുതൽ 25% വരെ പണിക്കൂലി ഈടാക്കാറുണ്ട്. അതിനൊപ്പം തന്നെ 3% GST നൽകണം. പക്ഷെ നമ്മളിത് പിന്നീട് സ്വർണം വിൽക്കാൻ ചെല്ലുമ്പോൾ ഈ GST ആയിട്ട് പോയ പൈസയും പണിക്കൂലിയായിട്ട് പോയത് പൈസയും നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് അതാത് സമയത്ത് സ്വർണ്ണത്തിൻ്റെ വില മാത്രമാണ് മൂല്യമായിട്ട് അവിടെ ലഭിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. പക്ഷെ അത് നമ്മൾ ഈ ഡിജിറ്റൽ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ലാഭമായി പറയാന്നുള്ളത് നമുക്ക് ഇത് വരുന്നില്ല എന്നുള്ള പണിക്കൂലി എന്നുള്ളൊരു പ്രതിസന്ധി വരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പണിക്കൂലി വരുന്നത് നമുക്ക് നമ്മുടെ എത്ര രൂപയാണ് നമ്മൾ ആദ്യം പറഞ്ഞാൽ 1 രൂപയാണോ ഉള്ളെങ്കിൽ ആ 1 രൂപയ്ക്ക് സ്വർണം മേടിച്ച് സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഡിജിറ്റൽ ഗോൾഡിന് ഒരു സുരക്ഷിതമായ ഒരു സംവിധാനം ഉണ്ട് എന്ന് നമുക്കറിയാം. അത് അങ്ങനെ നിലവിലുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ത്യയിലെ ഡിജിറ്റൽ ഗോൾഡ് നൽകുന്ന പ്രധാനപ്പെട്ട 3 കമ്പനികളുടെ കാര്യം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. MMTC, PAMP, ഓക്മോണ്ട്, ഓഫ് ഗോൾഡ് എന്നിവർ സ്വർണം വാങ്ങുന്നതിന് തുല്യമായ ഫിസിക്കൽ ഗോൾഡ് അഥവാ സുരക്ഷിത വോൾട്ടുകൾ സൂക്ഷിക്കാറുണ്ട്. അതായത് നമ്മൾ വാങ്ങുന്ന നമ്മൾ വാങ്ങുന്ന ഡിജിറ്റൽ ഗോൾഡിന് തുല്യമായ ഗോൾഡ് അവരത് തത്തുല്യമായിട്ട് സൂക്ഷിക്കാറുണ്ട്. അത് അവിടെ ഒരു വലിയൊരു സേഫ്റ്റി ആയിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന കാര്യമാണ്. അതായത് പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര ട്രസ്റ്റി അഥവാ സെക്യൂരിറ്റി ട്രസ്റ്റിയെ ഇതിനായി നിയമിച്ചിട്ടുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും മറ്റുമായിട്ടുണ്ടാവും. അത് IDBI ട്രസ്റ്റിഷിപ്പ് പോലുള്ള വൻകിട സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യവുമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കാര്യത്തിലായാലും നമുക്ക് സുരക്ഷയാണ്. നമ്മൾ പണം മുടക്കിയിട്ടാണ് ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നത്. അപ്പോൾ അവിടെ ഒരു സുരക്ഷിതത എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതിനിവിടെ സംവിധാനമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് നമുക്ക് നാളെ ഈ കമ്പനികൾ ഇപ്പം പൊളിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇവിടെ ഇപ്പോൾ. പക്ഷെ അങ്ങനെ ഉണ്ടായപ്പോൾ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നാളെ ഈ കമ്പനി പൊളിഞ്ഞു പോയാലും ട്രസ്റ്റിയുടെ അനുമതി ഇല്ലാതെ ഈ ഗോൾഡ് ആർക്കും തൊടാനോ വിൽക്കാനോ എടുക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പൊ കേരളവും ഗൾഫ് രാജ്യങ്ങളും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ മുന്നേ പല ആളുകളും ഈ ഒരു ഡിജിറ്റൽ ഗോൾഡിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതായത് മലയാളി പ്രവാസികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഇത്ര വർഷം കഴിഞ്ഞാൽ ഒരു 5-6 വർഷങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5-10 വർഷങ്ങൾ കഴിഞ്ഞാൽ ഇപ്പൊ മക്കളുടെയോ അല്ലെങ്കിൽ പെങ്ങന്മാരുടെയോ കല്യാണമൊക്കെ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ കല്യാണം നടക്കുന്ന സമയത്തോ അവർക്ക് ഈ ഒരു ഡിജിറ്റൽ ഗോൾഡ് വലിയൊരു സഹായം നൽകുമെന്നാണ് അവരിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ഡിജിറ്റൽ ഗോൾഡ് വാങ്ങി ഇനിയിപ്പോൾ കല്യാണ സമയത്ത് നമുക്ക് ആഭരണങ്ങൾ മാറ്റാൻ ജ്വല്ലറിയിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ മേക്കിംഗ് ചാർജ് അല്ലെങ്കിൽ പണിക്കൂലി വളരെ കുറവായിരിക്കും. അപ്പോൾ ആദ്യമേ ജ്വല്ലറിയിൽ പോയി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് വഴി നമ്മളത് വിറ്റ് ആ പണം കൊണ്ട് സ്വർണം വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്? ഇപ്പൊ ഹൃദയ ഇപ്പം ചോദിച്ച പോലെ ഡിജിറ്റൽ ഗോൾഡ് അഥവാ നമ്മൾ ഇനി ഒരു കല്യാണ ആവശ്യം പോലുള്ളതിന് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ അതിൻ്റെ ചാർജ് ഈടാക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രതിസന്ധിയുണ്ട്. അതായത് ഈ ഡിജിറ്റൽ ഗോൾഡായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഇപ്പം സ്വർണ്ണ കട്ടികളായിട്ടോ അഥവാ നാണയങ്ങളായിട്ടോ ആയിരിക്കും നമുക്ക് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നമ്മുടെ വീടുകളിലോ മറ്റോ എത്തിക്കുക. അപ്പം അങ്ങനെ എത്തിക്കുമ്പോഴും അതിന് ചില ചാർജുകൾ ഈടാക്കുന്നുണ്ട്. അതിനായിട്ട് അവർ ഉയർന്ന മേക്കിംഗ് ചാർജ് ഈടാക്കുന്നുണ്ട്, ഇൻഷുറൻസ് ചാർജും ഈടാക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് ഈടാക്കുന്നത്. പിന്നെ നമ്മൾക്ക് ഈ കിട്ടുന്ന ഈ സ്വർണ്ണം നമ്മളിനി അത് ഒരു ആഭരണത്തിൻ്റെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ജ്വല്ലറി സമീപിക്കണം, അല്ലെങ്കിൽ ഈ സ്വർണ്ണം പണിക്കാരനെ സമീപിക്കണം. അവിടെയും നമുക്ക് ഈ പണിക്കൂലി അല്ലെങ്കിൽ സ്വർണം കൊടുത്തതിന് ശേഷം ഗോൾഡ് കൊടുത്ത ശേഷം അവർ തരുന്ന നാണയങ്ങളായിക്കോട്ടെ സ്വർണ്ണക്കട്ടികളായിക്കോട്ടെ അത് നമ്മുടെ കയ്യിലോട്ട് കിട്ടിയ ശേഷം നമുക്കതൊരു ആഭരണങ്ങളായി മാറ്റണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ പണിക്കൂലി അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഈ സ്വർണം അവർക്ക് നൽകുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് അതാണ്. അവിടെ നമുക്കിനി ഇത്രയും നാൾ നമ്മൾ ഡിജിറ്റൽ ഗോൾഡായിട്ട് സേഫായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരുന്നു. നമ്മളിനി അത് അവർക്ക് നൽകുമ്പോൾ അത് ഗോൾഡ് രൂപത്തിൽ മാലയായിക്കോട്ടെ വളയായിക്കോട്ടെ അങ്ങനെ എന്തായിക്കോട്ടെ നാം മാറ്റുന്നതിനും അതിന് പണിക്കൂലി എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ വരുന്നുണ്ട്. അത് വീണ്ടും നമുക്കൊരു നഷ്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഒരുപാട് കാലത്തേക്ക് സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഗോൾഡിനേക്കാൾ ലാഭകരമായ മറ്റേതെങ്കിലും മാർഗങ്ങളുണ്ടോ?
കേവലം ഒരു നിക്ഷേപം എന്നതിൽ മാത്രം ഡിജിറ്റൽ ഗോൾഡിനെ കാണുന്നവർക്ക് ഇനി മറ്റു രീതി ഉപയോഗിക്കണമെങ്കിൽ അതിനും ഇവിടെ സംവിധാനമുണ്ട്. അതായത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് ഗോൾഡ് ETF-ഉം മറ്റൊന്ന് സോവറിൻ ഗോൾഡ് ബോണ്ടുകളുമാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഡേറ്റ പ്രകാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗോൾഡ് ETF-ലേക്ക് മലയാളികൾ വലിയൊരു ശതമാനം തന്നെ നിക്ഷേപം നടത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മലയാളികൾ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം മലയാളികൾ ഈ ഗോൾഡ് വാങ്ങുന്നത് ഒരു ശീലമാണ്. പണ്ട് പോലെ നമുക്കറിയാം, അത് ഗോൾഡ് വാങ്ങുക, അത് സൂക്ഷിക്കുക, അത് പിന്നെ പണമാക്കി മാറ്റുക, വിൽക്കുക, അല്ലെങ്കിൽ പണയം വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സമീപകാലത്ത് ഡിജിറ്റൽ ഗോൾഡിനോട് ആളുകൾക്ക് ഒരു താല്പര്യം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയും മുന്നിൽ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള മറ്റു വഴികളും ഇവർ തേടി പോകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുമ്പോൾ നൽകേണ്ടി വരുന്ന 3% GST ഗോൾഡ് ETF-കൾക്ക് നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ ഇതിൻ്റെ എക്സ്പ്രസൻസ് റേഷ്യോ വളരെ കുറവുമാണ്. അതായത് 1% താഴെ മാത്രം ആവശ്യമുള്ളപ്പോൾ ഓഹരി വിപണിയിലൂടെ തന്നെ അന്നത്തെ കൃത്യമായ നിരക്കിൽ ഇത് വിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകതയുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന സോവറിൻ ഗോൾഡ് ബോണ്ടുകളുടെ സ്വർണ്ണവില കൂടുന്നതിനൊപ്പം വർഷം തോറും 2.5% പലിശയും അധികമായി നൽകുന്നുണ്ട് എന്നുള്ളൊരു മറ്റൊരു കാര്യം കൂടി ഇവിടെയുണ്ട്. ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുന്ന ഒരു ഗൾഫ് മലയാളിക്ക് തൻ്റെ പണത്തിൻ്റെ മൂല്യം ചോർന്നു പോകാതെ സൂക്ഷിക്കാൻ ഓഹരി വിപണി അധിഷ്ഠിത സ്വർണ്ണ നിക്ഷേപങ്ങളാണ് കൂടുതൽ സഹായിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ സ്വർണ്ണവില ഇങ്ങനെ മാറി മറിയുന്ന ഈ ഒരു സമയത്ത് ആദ്യം തന്നെ ജ്വല്ലറിയിലേക്ക് പോകുന്നതിന് പകരം എന്താണ് ഡിജിറ്റൽ ഗോൾഡ് എന്നും എന്തൊക്കെയാണ് ഇതുവഴി നമുക്ക് നേടാൻ സാധിക്കുന്നത് എന്ന കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ട് മാത്രമേ ഇതിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ.